2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കനിൽ നിന്ന് കുറച്ച് 4-5 പീസ് എല്ലുള്ള കഷ്ണം നോക്കി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാനിത് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് അതവിടെ മാറ്റി വെച്ചു. ചിക്കന് വേണ്ടി ഞാനിവിടെ 4 സവാളയാണ് എടുത്തേക്കുന്നത്. നല്ല തിൻ സ്ലൈസസ് ആയിട്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സവാള നന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്, ചെറിയൊരു ഫ്രൈ പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിടർത്തിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. എന്ന് വെച്ച് വളരെ കറുമുറ ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഈ ഏകദേശം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് മസാല നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ പരിപാടി ചെയ്യണം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എല്ലും കഷ്ണമല്ലേ, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ചിക്കൻ സ്റ്റോക്ക് ആക്കാൻ വേണ്ടി തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ്റെ മൂടി മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കുക. കൂട്ടി വെക്കരുത്, വിടർത്തി തന്നെ ഇട്ട് കൊടുക്കാം. ഏകദേശം ചിക്കൻ വേവുന്ന പരുവാകുക എന്താ ഇതുപോലെ വെള്ളം ഇറങ്ങി വരികയും എണ്ണ ഇറങ്ങി വരികയും ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രൈ പോലെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ചിക്കൻ വെന്തു എന്ന് കാണുമ്പോൾ ആ ചിക്കൻ പീസസ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുവിൽ തെളിഞ്ഞു വരുന്ന എണ്ണയിലേക്ക് ഒരു സവാളയും കൂടെ നന്നായിട്ട് കുനുകുനാന്നരിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി വഴറ്റി തന്നെ എടുക്കുക. അപ്പോൾ എൻ്റെ പാത്രം ഉരുളി ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ചെറിയ പാത്രം എടുക്കുന്നെങ്കിൽ ആ ചിക്കൻ പീസസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഇനി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന കാര്യം 2 സ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദമാവാണ്. അതും സവാള വഴന്നതിൽ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിനോടകം നമ്മൾ ചിക്കൻ സ്റ്റോക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കൂട്ടി യോജിപ്പിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴും മിക്സ് ചെയ്യരുത്, ആ നടുവിലിട്ട് തന്നെ ആ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മൈദമാവും പിന്നെ വഴറ്റി വന്നിരിക്കുന്ന ഉള്ളി നന്നായിട്ട് വെന്ത് വരും. സ്റ്റോക്ക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഗരം മസാല, ഇപ്പോഴാണ് നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതും ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കി ചിക്കൻ പീസസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് എത്രമാത്രം ഗ്രേവി വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നന്നായിട്ട് ഗ്രേവി വേണ്ടതാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിർത്താം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് എടുക്കുക. ഏതൊരു പരുവത്തിലാണോ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് കുറച്ചുകൂടെ മേമ്പൊടിക്ക് 1 ടീസ്പൂൺ കൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എരിവ് പരുവത്തിനാക്കാനുള്ള കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല പച്ചക്കറിവേപ്പിലയും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച നാരങ്ങാനീര് മാത്രമാണ്. ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ പുളി വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കാറ്ററിംഗ് സ്റ്റൈൽ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ്